പറഞ്ഞല്ലോ. നിനക്ക് ഇത്ര എമർജൻസി ആയിട്ടുള്ള മെയിലും വരാനുണ്ടോ? അല്ല, ഞാൻ എപ്പോൾ കമ്പ്യൂട്ടർ തുറന്ന് നോക്കിയാലും ഒരു മെയിൽ ഉണ്ടെന്ന് കാണാം. അത് വന്നോന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. ഓ, നിന്റെ ഗ്രാൻഡ് ഫാദർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണെന്ന് കേട്ടല്ലോ. എന്ത് പറ്റി? ഓ, ഒരു ബട്ടർഫ്ലൈ തലേ കയറിയതാ. നീ അല്ലടാ പറഞ്ഞ നിന്റെ ഗ്രാൻഡ് ഫാദർ വലിയ ശക്തിമാനാണെന്ന്. നിങ്ങളുടെ ബട്ടർഫ്ലൈ തലേ കയറി സീരിയസ് ആയോ? സത്യമാ, ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോകുന്ന ബസ്സിന്റെ പേരാ. നിന്റെ ഗ്രാൻഡ് ഫാദർ നീ ഇങ്ങനെ കുലിക്കുന്നുണ്ടല്ലോ, അതെന്തിനായിരുന്നു? അതോ, ഡോക്ടർ പറഞ്ഞു മരുന്ന് കൊടുക്കണമെന്ന് കുലുക്കിയിട്ട് കൊടുക്കണം. നീ അടുത്ത പ്രാവശ്യം കുലിക്ക് കൊടുക്കുമ്പല്ലേ ടാബ്ലറ്റ് ഒക്കെ 2 സൈഡും കട്ട് ചെയ്തിട്ട് കൊടുക്കണേ. അതെന്തിനാ? സൈഡ് എഫക്ട് കളയാനാ. നിന്റെ മാസ്റ്റേഴ്സിന് മാർക്ക് തീരെ കുറഞ്ഞെന്ന് കേട്ടല്ലോ. എന്ത് പറ്റി? എന്റെ അടുത്തിരുന്ന കുട്ടി ആബ്സെന്റ് ആയിരുന്നു. നിന്റെ പ്രോഗ്രസ് കാർഡ് കിട്ടിയെന്ന് കേട്ടല്ലോ. ഒന്ന് കാണിച്ചു, ഞാനൊന്ന് കാണട്ടെ. എന്റെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയി. അവന്റെ പേരൻസിനെ പേടിപ്പിക്കാൻ. പിന്നെ നിനക്കറിയാവോ, എന്നെ എല്ലാവരും ദൈവത്തെ പോലെയാ കാണുന്നത്. കാരണം ഞാൻ ഏത് വീട്ടിൽ ചെന്നാലും അവരൊക്കെ പറയുന്നത് എന്റെ ദൈവമേ ഇപ്പം പിന്നെയും വന്നാ. എല്ലാവർക്കും സ്റ്റാർ ആണെങ്കിൽ എനിക്ക് 3. ഓ, 3. അയ്യോ, സമയം എത്രയായി? എന്റെ അച്ഛൻ എന്നെ നോക്കുന്നുണ്ടോ? ഞാൻ പോയിട്ട് പിന്നെ വരാട്ടോ. ഈ പിള്ളേർക്ക് ആവശ്യമായ വിറ്റമിൻസ് എല്ലാം ഈ വെജിറ്റബിളിൽ നിന്നെല്ലാം മാറ്റി വല്ല ചോക്ലേറ്റിലും ഐസ്ക്രീമിലും ആക്കി തരണമേ. പിന്നെ എന്റെ ഭർത്താവ് ആഴ്ച 2 തവണ ശനിയും ഞായറും തരണമേ. എന്നിട്ട് 10 മാസവും പഠിത്തവും 2 മാസവും അവധി എന്നുള്ളത് 2 മാസവും പഠിത്തവും 10 മാസം അവധി ആക്കി തരണമേ. ഫോണെ കളിക്കാം. നമ്മുടെ വീട്ടുകാര്യങ്ങൾ വരെ ചോദിക്കും. ടീച്ചർ ചോദിക്കുമ്പോ എനിക്ക് ചേട്ടനുണ്ടോ, പിന്നെ ചോദിക്കുമ്പോ എനിക്ക് അനിയനുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടനും അനിയനും ഇല്ല, ഞാൻ ഒറ്റ മോനാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞു. അപ്പൊ ടീച്ചർ അറിയാ അച്ഛാ എനിക്ക് 5 യൂറോ തരാവോ? അതെന്തിനാടാ? വഴിവെക്കി കിടന്ന ഒരാൾ എന്തിനു കരയുന്ന ഞാൻ കാണും, അയാൾക്ക് കൊടുക്കാനാ. പോയി അങ്ങനെയാണോ പിള്ളേരായ? നമുക്ക് തരാട്ടോ. അയാൾ എന്ത് പറഞ്ഞാ കരയുന്നേ? ഐസ് ഐസ് ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീം. അച്ഛാ എനിക്കിന്ന് പള്ളിയിൽ പോണം. കൊച്ചി അമേരിക്കയുടെ തലസ്ഥാനമാണ്. അതെന്റെ ടെസ്റ്റിനെ അമേരിക്കയുടെ തലസ്ഥാനം ഏതെന്ന ചോദ്യത്തിന് ഞാൻ കൊച്ചിന്ന് ഒത്തിരി എഴുതിയത്. ഇനി പ്രാർത്ഥിക്കും അല്ലാതെ എന്നാ വഴി? നിനക്ക് നാളെ ഹിസ്റ്ററി ടെസ്റ്റ് അല്ലേ? അതിലെങ്കിലും നീ പാസ്സാകണം. ഞാൻ നിന്നോട് 2 ചോദ്യം ചോദിക്കാം. എല്ലാത്തിനും ടപ്പേന്ന് ഉത്തരം പറഞ്ഞോണം കേട്ടോ. ശരി. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാ? ടപ്പേ എന്തുകൊണ്ടാ? അച്ഛനല്ലേ പറഞ്ഞ എന്ത് ചോദിച്ചാലും ടപ്പേന്ന് ഉത്തരം പറഞ്ഞു. നീ ടപ്പേന്ന് ഉത്തരം പറയണ്ട. ശരി. ടിപ്പു സുൽത്താൻ ഏത് യുദ്ധത്തിലാണ് മരിച്ചത്? അയാളുടെ അവസാനത്തെ യുദ്ധത്തിൽ. അവളെ നോക്കിയിരുന്നോളെ ഞാൻ എല്ലാത്തിനും നോക്കിയത്. അച്ഛാ രാവിലെ കണ്ട സ്വപ്നം വലിക്കുവോ? വലിക്കുവോ? ഓ ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
തന്നെ. ഫയർഫോഴ്സ് ഒന്ന് അണയ്ക്കുന്നതായി ഞാനും സ്വപ്നം കണ്ടു. എടാ നീ ചിന്റുമോനാണെങ്കിൽ ഞാൻ നിന്റെ അച്ഛൻ കുഞ്ഞുമോനാണ്. കുഞ്ഞുമോൻ പോയി പഠിക്കണം.